പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ കാരുണ്യമായി നമ്മുടെ കൂടെയായിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കാരുണ്യവാനായ ഈശോയെ, ഈ അൽത്താരയിൽ തിരുവോസ്തുരൂപനായി നീ ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ നിന്റെ മഹനീയ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ഈ കൃപയുടെ സമയം നിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട്, നിന്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ആ കരുണ ലഭിക്കുവാൻ ഞങ്ങളുടെ സഹജീവികളോടും ഞങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിൽ എല്ലാവരോടും കരുണയോടെ പെരുമാറുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, കാൽവരിയുടെ വിരിമാറിൽ കുരിശിൽ കിടന്നുകൊണ്ട് നിന്റെ പാർശ്വം പിളർന്നപ്പോൾ അതിൽ നിർഗമിച്ച കരുണയുടെ ആ നീരുറവയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ആ ഒരു വലിയ കൃപയാണ് കർത്താവേ നിന്റെ കരുണ. ആ വലിയ പൂർണ്ണ വിശ്വാസത്തോടെ ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഒരുമിച്ച് യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെങ്കിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ അനന്തമായ കരുണ അനുഭവിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമ്മുടെ നിത്യജീവന് വേണ്ടിയുള്ള വഴി തുറക്കുകയും ചെയ്യുവാനായിട്ടാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ ഒരു തിരുമണിക്കൂറിൽ കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുവാനും ദൈവത്തെ മനസ്സിലാക്കി ആ ഒരു വലിയ സ്നേഹത്തിലേക്ക് ചേരുവാനുമായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നോക്കുമ്പോൾ ഇത്രമാത്രം ദൈവം അനുഗ്രഹങ്ങളും ഇത്രമാത്രം ആ കാരുണ്യവും ചൊരിഞ്ഞിട്ടും പലപ്പോഴും ദൈവത്തെ നമ്മൾ വിസ്മരിച്ചു പോകാറുണ്ട്, ദൈവത്തെ മറന്നു പോകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാറുണ്ട്, ക്ഷീണം തോന്നാറുണ്ട്, പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് വിരക്തിയുണ്ട്. ആത്മീയമായ കാര്യങ്ങളിൽ വളരുന്ന കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും നമുക്ക് വളരുവാനായിട്ട് സാധിക്കുന്നില്ല. കുറേയൊക്കെ പരിശ്രമിച്ചാലും അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ ലഭിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ ആഴമായ ഒരു സ്നേഹബോധ്യത്തോടു കൂടെ കർത്താവിനെ സ്നേഹിക്കാനും ആരാധിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും പലപ്പോഴും നമുക്കൊക്കെ സാധിക്കാതെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞൊരു കാര്യം ഇതാണ്. അച്ഛനെക്കുറിച്ച് നേരത്തെ കുറേ കാര്യങ്ങൾ കേട്ടിരുന്നു, അച്ഛനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എനിക്കറിയാം, പക്ഷെ അച്ഛന് എങ്ങനെയാണ് എന്നോട് സംസാരിക്കുക, എങ്ങനെയാണ് എന്നോട് പെരുമാറുക, അച്ഛൻ എപ്രകാരമാണ് എന്നോട് ഇടപഴകുക, ഇതൊക്കെ എനിക്കറിയത്തില്ലാത്തത് കാരണം ആ അറിവിൽ ഞാൻ അവിടെ നിന്നു. പക്ഷേ പിന്നീട് അച്ഛനുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഒത്തിരി ഫ്രീ ആയിട്ട്, ഒത്തിരി സന്തോഷത്തോടെ, ഏറ്റവും ആത്മാർത്ഥതയോടെ നമുക്ക് ഇടപഴകാൻ പറ്റുന്ന ഒരാളാണ് ഈ അച്ഛനെന്ന്. നമ്മുടെയൊക്കെ മാനുഷിക ബന്ധങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമാണ്, ഒരു വ്യക്തിയെ ഏറ്റവും കൂടുതലായിട്ട് ആഴത്തിൽ അറിയാനായിട്ട് പരിശ്രമിക്കും തോറും ആ വ്യക്തിയെ മനസ്സ് തുറന്ന് സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും.
ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ നമ്മളത് മനസ്സിലാക്കുകയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും. അവരെ അറിയാത്തടത്തോളം കാലം അത്രമായ ആഴമായ ഒരു വിശ്വാസത്തോടെ അല്ലെങ്കിൽ ഒരു ആഴമായ ഒരു സ്നേഹബന്ധം ഇല്ലെങ്കിൽ പലപ്പോഴും അവരെ അംഗീകരിക്കാനോ സ്നേഹിക്കാൻ പോലും അവരോട് ക്ഷമിക്കാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥ. മാനുഷിക ബന്ധങ്ങൾ ഇപ്രകാരമാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമ്മളെ ഇത്രമാത്രം അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മൾ അറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധവും അപ്രകാരമായിരിക്കും. ഇത്രമാത്രം നമ്മളെ സ്നേഹിച്ചിട്ടും ഇത്രമാത്രം നമ്മളോട് കരുണ കാണിച്ചിട്ടും നമ്മൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ദൈവം ഇത്രമാത്രം ഒരു വലിയ ത്യാഗം ചെയ്തിട്ടും അത് നമ്മൾ വിസ്മരിക്കുമ്പോൾ എന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും നമ്മുടെ ഈശോ. മാതാപിതാക്കൾ പലപ്പോഴും പറയാണ്, മക്കൾ ഞങ്ങളെ സ്നേഹിക്കുന്നില്ല, ഞങ്ങളെപ്പം തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം സ്നേഹം അത് മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ടുള്ള ഒരു വലിയ വിഷമമാണ്. സ്നേഹിക്കുന്നത് കൊണ്ടുള്ള വിഷമമല്ല, സ്നേഹം മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള വിഷമം. ഈശോ എത്രമാത്രം നമ്മളെ ഓർത്ത് വേദനിക്കുന്നുണ്ടാവും. ഇത്രമാത്രം അനുഗ്രഹങ്ങളും ഇത്രമാത്രം സ്നേഹത്തോടെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ ഓരോരുത്തരെയും പരിപാലിച്ചിട്ടും നമ്മൾ ദൈവത്തെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലെങ്കിൽ, പ്രാർത്ഥിക്കാനായിട്ട് മടി കാണിക്കുക, ആത്മീയമായിട്ട് വളരാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല, വചനം വായിക്കാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ എന്തുമാത്രം നമ്മളെ ഓർത്ത് ദൈവം വേദനിക്കുന്നുണ്ടാവും. ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം മനുഷ്യവംശത്തെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നന്മയിൽ ആശ്രയിക്കുക. പാപം ചെയ്തു പോയ മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത് ദൈവത്തിൻ്റെ നന്മയിലുള്ള വലിയ വിശ്വാസമാണ്. അതുകൊണ്ട് ദൈവം കൂടെ മനുഷ്യവംശത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ നന്മയിൽ ആശ്രയിക്കുക. ഞാൻ നല്ലവനാണെന്ന് വിശ്വസിക്കുക. ഞാൻ എത്രമാത്രം നിനക്ക് അനുഗ്രഹങ്ങൾ തരുന്നവനാണ്. നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഏറ്റവും നല്ലത് മാത്രം പ്രദാനം ചെയ്യാനായിട്ട് ഞാൻ. അതിനുവേണ്ടി ഞാൻ പരിശ്രമിക്കുന്നവനാണ് ഞാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റും. വിശുദ്ധ ഫൗസ്റ്റിനായിലൂടെ ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കുക. എന്തുകൊണ്ടാണ്? ഞാൻ ഇത്രയും നല്ലവനാണ്, നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നവനാണ്. നിങ്ങൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പിതാവായ ദൈവം മനുഷ്യവംശം നൽകിയ വലിയ കരുണയാണ് ഞാൻ. എന്നിൽ ആശ്രയിക്കുക, നീ രക്ഷപ്പെടും. ഇത്രയും ദൈവം ഒരു വലിയ ഔദാര്യം നമ്മളോട് കാണിച്ചിട്ട്, സ്നേഹം നമ്മളോട് കാണിച്ചിട്ട്, കരുണ കാണിച്ചിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ വലിയ സ്വാർത്ഥതയാണ് പ്രിയപ്പെട്ടവരെ. അപ്രകാരം ഒരു വലിയ ആത്മീയ തകർച്ചയിലേക്ക് പോകാതിരിക്കാനായിട്ട് പരിശ്രമിക്കാം. വീണ്ടും പലപ്പോഴും നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈശോയെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് ഈശോയെ ആഴത്തിൽ അനുഭവിക്കാനും മനസ്സിലാക്കാനും ഈശോയുടെ സ്നേഹം എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. വചനത്തിൽ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പാപിനിയായ സ്ത്രീയെ കണ്ടുമുട്ടുന്നുണ്ട്. അത്രമാത്രം പാപം ചെയ്ത ആ ഒരു സ്ത്രീ ഈശോയുടെ കാൽക്കൽ വീണ് സുഗന്ധദ്രവ്യം കൊണ്ട് അവൾ അനോയിൻറ്റ് ചെയ്യുകയും പിന്നീട് അനുതാപ കണ്ണുനീര് കൊണ്ട് ഈശോയുടെ കാല് തുടയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈശോയോടുള്ള സ്നേഹമാണ്. എന്തുമാത്രം ഈശോയെ മനസ്സിലാക്കാനായിട്ട് അവൾ പരിശ്രമിച്ചോ അത്രമാത്രം സ്നേഹത്തിൽ ആഴപ്പെടാനായിട്ട് മഗ്ദലന മറിയത്തിന് സാധിച്ചു. പിന്നീട് ഈശോയുടെ മരണത്തിന് ശേഷവും നമ്മൾ മഗ്ദലന മറിയത്തിനെ കാണുന്നുണ്ട്. അവളുടെ പ്രത്യേകത, മറ്റാരും എഴുന്നേറ്റ് ഈശോയുടെ ശവകുടീരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവൾ എഴുന്നേറ്റ് ഈശോയുടെ കൂടെ ആയിരിക്കാനായിട്ട് പരിശ്രമിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവനെ പിരിഞ്ഞിരിക്കുവാനായിട്ട് ഒട്ടും സാധിക്കാതെ പോയ ഒരു വ്യക്തി. അതുകൊണ്ട് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഈശോ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളോട് ഈശോയോട് അവൾ പറഞ്ഞത്, നീ എൻ്റെ ഗുരുവിനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നുകൊള്ളുക, ഞാൻ കൊണ്ടുപോയി നോക്കിക്കൊള്ളാം, ഞാൻ കൊണ്ട് പരിചരിച്ചോളാം. അത്രമാത്രം സ്നേഹത്തിൻ്റെ ആഴം നമുക്കവിടെ കാണാൻ പറ്റും.
ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിലുള്ള ആഴമായ സ്നേഹം നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് പിന്നീട് ക്രിസ്തുവിനെ ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ നിമിഷം മുതൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നവരായി. ഒരിക്കലും ഈശോയെക്കുറിച്ചുള്ള ഒരു അറിവല്ലായിരുന്നു അവർ പങ്കുവച്ചത്, മറിച്ച് ഈശോയിലുള്ള ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർ അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ അറിവാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. യോഹന്നാൻ ശ്ലീഹായുടെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ആദ്യം മുതലുണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ച് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെപ്പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. കുറേ ആളുകൾ അവിടെയും ഇവിടെയും ഇരുന്ന് പറഞ്ഞ കാര്യങ്ങളല്ല, ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞ ഈശോയെ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പങ്കുവയ്ക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ആഴമായ ഒരു വലിയ അറിവിലേക്ക്, ക്രിസ്തുവിലുള്ള ആഴമായ അറിവിലേക്ക് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ഈശോയോടുള്ള സ്നേഹത്തിൽ വളരുവാനായിട്ട് നമുക്ക് സാധിക്കും. ഒരിക്കലും പിരിയാൻ പോലും പറ്റാത്ത വിധം അത്രമാത്രം ആഴമായ ഒരു വലിയ സ്നേഹബന്ധത്തിലേക്ക് വളരാൻ നമുക്ക് സാധിക്കുന്നത് ഇപ്രകാരമുള്ള ഒരറിവാണ്. അതിന് നമ്മളെ സഹായിക്കുന്നത് ദൈവവചനം നമുക്കൊരു വലിയ സഹായമായിട്ടുണ്ട്. വചനത്തിലെ ഈശോയെ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മൾ തുടങ്ങുമ്പോൾ ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റും. അപ്പോൾ ആത്മാർത്ഥമായ സ്നേഹമുണ്ടാകുമ്പോൾ ഈശോയുടെ കൂടെ ആയിരിക്കാനും, ഈശോയുടെ കൂടെ നടന്ന് ഈശോയുടെ കൂടെ ചിന്തിക്കുവാനും സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനും ഒക്കെ വലിയ കൃപ ലഭിക്കും. അല്ലെങ്കിൽ പലപ്പോഴും ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നു കളയാൻ വളരെ എളുപ്പമാണ്. ആഴത്തിൽ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം ഒരിക്കലും തീർന്നു പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ കരുണയുടെ തിരുമണിക്കൂറിൽ നമുക്കും പ്രാർത്ഥിക്കാവുന്ന കാര്യം, ഈശോയെ അനുഭവത്തിലൂടെ, നിന്നെ അനുഭവിച്ചറിഞ്ഞ ആ അറിവിലൂടെ നിന്നെ സ്നേഹിക്കാനും, നിന്നെ മനസ്സിലാക്കി നിന്റെ സ്നേഹത്തിൽ ജീവിച്ചുകൊണ്ട്, നിന്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ കർത്താവെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രമാത്രം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കരുണ. കരുണയിൽ ആശ്രയിക്കുമ്പോൾ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ കരുണയാൽ ദിവസത്തിൽ നമ്മളെ കർത്താവ് നീതീകരിക്കുകയും സ്വർഗരാജ്യത്തിലേക്ക് നമ്മളെ ചേർക്കുകയും ചെയ്യും. ദൈവം നൽകിയിരിക്കുന്ന വലിയ വാഗ്ദാനമാണ്. ആ ഒരു വലിയ ബോധ്യത്തോടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഈശോയുടെ സ്നേഹത്തിൽ ആഴപ്പെടാം. നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവിൻ്റെ കാരുണ്യത്തിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കാം. ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം, ഇത്രമാത്രം കരുണ കാണിക്കുന്ന ദൈവം, കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ പരിപാലിക്കുന്ന ആ ഒരു ദൈവത്തെ നമുക്ക് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ഈ ഭൂമിയിൽ ഇത്രയധികമായി നമ്മളെ സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിയില്ല ഈശോ അല്ലാതെ. ആ ഒരു വലിയ ബോധ്യത്തോടെ മറ്റാരേക്കാളും അധികമായി, എല്ലാവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ സ്നേഹിക്കും, ഈശോയുടെ സ്നേഹത്തിൽ ജീവിക്കും. ദൈവത്തിൻ്റെ കരുണ നമുക്ക് ലഭിക്കപ്പെട്ട ആ ക്രിസ്തു, ദൈവത്തിൻ്റെ കരുണയുടെ മുഖമായ ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും ജീവിതബന്ധങ്ങളെയും പാപത്തിൻ്റെ അവസ്ഥകളെയും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത്, കർത്താവെ നിൻ്റെ കരുണയാൽ ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഓൺലൈനിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് കർത്താവ് നിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ നീ ഏറ്റെടുക്കണമേ. കർത്താവെ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.